ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ലിറ്റിൽ കോവ് ബീച്ചാണ്. അത് ടോബർമോറിയിലാണ് ലൊക്കേറ്റഡ്. ടൊറോണ്ടോയിൽ നിന്ന് ഒരു ഏകദേശം 4 മണിക്കൂറോളം ട്രാവലുണ്ട്. 300 കിലോമീറ്റർ വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി. ഇവിടെയാണ് നമ്മൾ ആദ്യം കാണുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ബീച്ച് കാണിച്ചു തരാം. വാ, നമ്മൾ ഈ വഴി കൂടെ നടന്നു വരുന്നുണ്ടെങ്കിൽ നേരെ ബീച്ചിൻ്റെ എൻട്രൻസിലേക്കാണ് കയറാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. ഇതാണ് ലിറ്റിൽ കോവ് ബീച്ച് നമുക്ക് കാണാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഇവിടെ ഒരു പാമ്പിന്റെ ഒരു ദൃശ്യമാണ്. അതാണ് ഇപ്പൊ ഞങ്ങൾ തിരക്കേറി കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം ചെറിയൊരു റാറ്റിൽ സ്നേക്കിനെയാണ് ഞങ്ങളിവിടെ കണ്ടത്. അത് ഞങ്ങളിങ്ങനെ കൈവച്ചിങ്ങനെ തട്ടിയപ്പോഴേക്കും അത് ഇളകാൻ തുടങ്ങി. പിന്നെ നീങ്ങി നീങ്ങി അപ്പുറത്തെ കല്ലിലേക്ക് നോക്കി പോവാണ്. പിന്നെ ഇവിടുന്ന് വിദൂരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പൊ ഈ കാണുന്നത്. അവിടെ വേറെയും കുറെ ആൾക്കാരും പിള്ളേരും ഒക്കെ വന്ന് കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ചങ്ങോട്ട് മാറി അകലെ ഞങ്ങൾ നടന്നു പോയപ്പോൾ കണ്ട വേറൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടുന്ന് പതുക്കെ പതുക്കെ ഞങ്ങൾ ഓരോ അടിയായിട്ടാണ് പതുക്കെ നടക്കണത്. ഒരു വിദൂര ദൃശ്യം ഉണ്ടെന്ന് ആരോ പറഞ്ഞു കണ്ടു. അപ്പോൾ ഞങ്ങള് അതിലേക്ക് പാറ കയറി കയറി ഇങ്ങനെ പോവാണ്. വളരെ അധ്വാനിച്ചാണ് ഞങ്ങൾ കയറുന്നത്. പക്ഷെ ഇപ്പൊ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം ഞങ്ങൾ എത്ര എലിവേഷനിലാണ് നിൽക്കണെന്നുള്ളത്. ഇനിയിപ്പോ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 2 അടിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ പാറയുടെ മുകളിലെത്തും. പിന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഇനി കാണിക്കാൻ പോണേ ഞങ്ങള്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ലിറ്റിൽ കോവ് ബീച്ച് മൊത്തമായിട്ട് നമുക്ക് ശരിക്കും കാണാനും പറ്റും. ആ വെള്ളത്തിന്റെ ആഴ്ച, ആ നിറവും കാണുമ്പോൾ തന്നെ അറിയാം. നല്ല മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നത്. ആ ബീച്ച് മുഴുവനായിട്ട് കാണാം. ഇത്തിരി ലെഫ്റ്റിലേക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ട പിള്ളേരും ആൾക്കാരും ഒക്കെ അവിടെ നീന്തി കളിക്കണമൊക്കെ നമുക്ക് ശരിക്കും ഇരുന്ന് കാണാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ഇറങ്ങണം, അതാണ് വലിയൊരു ചടങ്ങ്. പക്ഷെ ഇവിടെ ഈ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനും തോന്നില്ല. അതാണ് വേറൊരു സംഭവം. ഇനി ഞങ്ങൾ ഇവിടുന്ന് ഇനി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലേക്കാണ്. ഇനി ഈ പാറയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ചെറിയ ജംഗിളുണ്ട്. ആ ജംഗിളില് കുറച്ച് നടന്ന് പോകാനുള്ള ട്രെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അത് കാണാനായിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഇനി ഇറങ്ങണ വഴിക്ക് ഇനി കാണുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ ഇനി കണ്ട് ആസ്വദിക്കുക. നോക്കിയാൽ കാണാം ഒരു ജംഗിളിന്റെ ദൃശ്യമാണ് ഈ കാണുന്നത്. അപ്പൊ ഞങ്ങൾ നടന്ന് എത്തിക്കഴിഞ്ഞു. ഇനി ഈ സൈഡിൽ കൂടെ ഉള്ള ഒരു ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കാണ് നമുക്ക് ഹൈക്കിംഗ് ട്രെയിലിലേക്ക് ലീഡ് ചെയ്യണത്. ഇവിടെ കൂടെ കാറ് കയറ്റാൻ പാടില്ല. അതാണ് നമുക്ക് ഇവിടെ നോ എൻട്രൻസ്, നോ പാർക്കിംഗ് സൈനൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് നോക്കിയാൽ കാണാം കൂരി ഇരുട്ടും
നല്ല തിക്ക് ഫോറസ്റ്റ് ആണതുകൊണ്ട് പതുക്കെ പതുക്കെ വേണം നടന്നു കയറാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ആ ബാരിക്കേഡിൽ നിന്ന് കയറി കഴിഞ്ഞിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. കുറേ വനങ്ങളും വൃക്ഷങ്ങളും ഒക്കെയുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത്. കണ്ടാൽ തന്നെ അറിയാം വേറെ വന്യമൃഗങ്ങളോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ട് പോകാം. ഫാമിലിയും ഒക്കെ നടന്നു പോകുന്ന ഒരു ഏരിയയാണ്. ഞങ്ങളിപ്പോൾ പോണ വഴിക്ക് തന്നെ വേറെയും കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്തിരുന്നു. പക്ഷെ നടക്കുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഈ കല്ലിൻ്റെ മുകളിൽ കുറേ പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാൻ. അപ്പോൾ അതിൻ്റെതായ ഫുട്വെയറും കാര്യങ്ങളൊക്കെ കരുതിയിട്ട് വേണം ഇവിടെ വരാനായിട്ട്. ഞങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫർദർ നമ്മൾ നടന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും നമ്മൾ ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് വന്നെത്തുന്നത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ കാണാം, നമ്മൾ നേരത്തെ കാണിച്ച ആ ഏരിയയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ വന്ന് കയറാൻ പോകുന്നത്. ഈ വെള്ളത്തിലേക്ക് തന്നെയാണ് വന്ന് വീണ്ടും ആ ട്രെയിൽ എൻഡ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ രണ്ട് വഴി കൂടെ നടന്നാലും ഇവിടെ തന്നെയാണ് വന്നെത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ ഫ്യൂച്ചർ വീഡിയോസ് കാണാനുണ്ട് വല്ല ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ വീണ്ടും അതൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.